കോഴിക്കോട് മഴയ്ക്ക് നേരിയ ഒരു കുറവൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. കണ്ണാടിക്കൽ ഭാഗത്ത് നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. 30 ക്യാമ്പുകളിലായിട്ട് 862 പേരെയാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. കക്കയം ഡാം തുറന്നതിനെ തുടർന്ന് കുറ്റ്യാടിപ്പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി അനീഷാണ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത്. അനീഷ്, കോഴിക്കോട് ജില്ലയിൽ കക്കയം ഡാം തുറന്നതായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. ഒരുപാട് ആൾക്കാരെ, ഏകദേശം 862 ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് അനീഷ് കോഴിക്കോട് നിന്നുള്ള വിശദാംശങ്ങൾ? കോഴിക്കോട് ഇന്നലെ അർദ്ധരാത്രി മുതൽ വീണ്ടും മഴ സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വലിയ പേമാരി പോലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ മഴയ്ക്ക് ചെറിയ ശമനമുണ്ടായിരുന്നു. പക്ഷേ ഒരു ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് വരെ വലിയ രീതിയിൽ മഴ പെയ്ത്തു തന്നെയായിരുന്നു. ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി വെള്ളത്തിനടിയിലാണ്. നമ്മളിപ്പോൾ കണ്ണാടിക്കൽ ഭാഗത്താണുള്ളത്. ഇവിടെ ഈ മുന്നോട്ട് പോകുന്ന വഴിയിൽ ഉടനീളം വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. അവിടെ നിന്നും ഏതാണ്ട് 50ഓളം കുടുംബങ്ങളെ ഇന്നലെ രാത്രി തന്നെ ആ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. കണ്ണാടിക്കൽ മാത്രമല്ല, പറമ്പിൽ ബസാർ, പെരുവയൽ തുടങ്ങി ഈ മേഖലകളിലൊക്കെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം ഈ ഇന്നലെ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് കക്കയം ഡാം തുറന്നു വിട്ടിരുന്നു. അതേ തുടർന്ന് കുറ്റ്യാടിപ്പുഴയിലൂടെയുള്ള ജലത്തിന്റെ ഒഴുക്ക് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. ഒപ്പം ചാലിയാറും പൂനൂർ പുഴയും കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം. എന്തായാലും ആ ഒരു പുഴകളെല്ലാം കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയതിനെ തുടർന്നാണ് ഈ സമീപ പ്രദേശങ്ങളിലുള്ള താഴ്ന്ന പ്രദേശങ്ങളൊക്കെ പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് മാറിയത്. എന്തായാലും കുറച്ച് ആളുകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഈ മഴയുടെ ഒരു രൂക്ഷത, അവരുടെയൊക്കെ വീടുകൾ ഈ ഭാഗത്തുള്ളവരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേട്ടാ, നിങ്ങളൊക്കെ ഇവിടെ തന്നെയാണോ? എങ്ങനെയുണ്ട്? എപ്പോൾ മുതലാണ് ഇത്ര അധികം ആയിട്ട് ഇങ്ങനെ കയറി തുടങ്ങിയത് വെള്ളം? ഇപ്പം ഇന്നലെ രാത്രിനാലും ഇങ്ങോട്ടാണ് കൂടുതലായത്. സാധാരണഗതിയിൽ വെള്ളം കയറുന്നതാണ്, പക്ഷെ അതിനേക്കാൾ വേഗം കയറുന്നുണ്ട്. 2018 വലിയ പ്രളയം അത്ര ആയില്ല അല്ല, അന്ന് വലിയ പ്രളയം ഉണ്ടായ സ്ഥലമാണ് അല്ലേ? അന്ന് 3-4 ആള് മരിച്ചൊക്കെയാണ്. ആണല്ലേ? ഇതിപ്പോ ആളുകളൊക്കെ ഇന്നലെ തന്നെ മാറ്റിയെന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ ഫയർഫോഴ്സ് അങ്ങോട്ട് പോയിക്കുന്നത്. ഇനി ആരോ ഉണ്ടെന്ന് കുടിയും കിടക്കുന്നുണ്ട്. എവിടെ വീട്? പിന്നിലാണ്. അവിടെ നന്നായി വെള്ളം കയറി. മൂന്നാം വരെ പൊങ്ങി. സാധനമൊക്കെ മാറ്റാൻ പറ്റിയായിരുന്നോ? ഇല്ലില്ല, ഒരു സാധനമൊക്കെ അവിടെ തന്നെ വീട്ടിനുള്ളിൽ തന്നെയാ. രാത്രി അതിനെ കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു. അല്ല, എന്താ മഴ ഉള്ളപ്പോ വരുന്നൊരു കണക്കൂട്ടം ഉണ്ടായിരുന്നില്ല? അതോ ഇല്ല, പെട്ടെന്നുള്ളൊരു ഇതായിരുന്നല്ലോ. അപ്പൊ നമ്മള് പ്രതീക്ഷിച്ചില്ലേ. പ്രായമുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ലെവലിൽ നമ്മൾ ഇറങ്ങി പോകുന്നത് നല്ലത്. പെട്ടെന്ന് ജീവനും കൊണ്ട് പോകുന്നു. ബാക്കി സാധനങ്ങളൊക്കെ പിന്നെ അതാണ്, വളരെ പെട്ടെന്നാണ് ഇവിടുത്തെ ഒരു വെള്ളത്തിൽ ഒരു മാറ്റം വന്നത്. മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത്ര വേഗത്തിൽ മഴ വരികയും അല്ലെങ്കിൽ ഈ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ഈ വീടുകളൊക്കെ ഇത്ര പെട്ടെന്ന് വെള്ളത്തിലാവുകയും ചെയ്യുമെന്ന് പലരും കരുതിയില്ല. അതുകൊണ്ട് ഈ വിലപിടിച്ച സാധന സാമഗ്രികളും വീട്ടുപകരണങ്ങളും മറ്റുമൊന്നും അവിടുന്ന് മാറ്റാനുള്ള ഒരു സാവകാശം അവർക്ക് ലഭിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങോട്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടേക്ക് പോയിട്ടുണ്ട്. ആ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ മാറ്റാനായി. ചേട്ടാ, എവിടെ വീട്? ഏത് ഭാഗത്തായിട്ടാ? വെള്ളമാണോ മൊത്തം? ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഇനി കുറച്ചങ്ങോട്ട് കഴിയുമ്പോ കൂടുന്ന സമയത്ത് ഫുള്ളാവും. വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ എത്തിയിട്ടില്ല നിലവില്. കുറച്ചുകൂടി ഇങ്ങനെ പൊങ്ങുകയാണെങ്കിൽ ഒരു 2 ഫൂട്ട് കൂടി പൊങ്ങിയാൽ എത്തും. അപ്പം വീട്ടുകാരിപ്പോ വീട്ടിൽ തന്നെ ഉണ്ട്? വീട്ടിൽ തന്നെ ഉണ്ട്. ഇത് ഈ ഒരു കയറ്റം വളരെ വേഗത്തിലാണ് കയറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ അതെ. അദ്ദേഹം പറഞ്ഞത് നേരത്തെ നമ്മൾ കണ്ട ആളുടെ വീടിന്റെ മോന്തായം, അതായത് മുകൾ ഭാഗം വരെ വെള്ളത്തിൽ ആയി എന്നാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന വീടുകളൊക്കെ ഏതാണ്ട് ഈ റോഡിനോട് ചേർന്ന ഇടങ്ങളൊക്കെയാണ്. അവിടെ വെള്ളം കയറി കിടക്കുകയാണ്. ആളുകളെ മറ്റിടങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആളുകളെ കൊണ്ടുവരാനായി പോയിട്ടുണ്ട്. വിവിധയിടങ്ങളിലായി 30-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ തുറന്നിട്ടുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ ഈ താമരശ്ശേരി ഭാഗത്തും ഒപ്പം
ഈ വിലങ്ങാട് പോലുള്ള വടകര മേഖലകളിലുമൊക്കെയാണ് ക്യാമ്പുകൾ തുറന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ കോഴിക്കോട് നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നഗരത്തിനോട് ചേർന്ന ഇടങ്ങളിൽ ആണ് കൂടുതൽ ക്യാമ്പുകൾ തുറന്നിരിക്കുന്നത്. കാരണം ഈ മലയോര മേഖലകളിൽ നിന്നും പലയിടങ്ങളിലായി ഒഴുകിയെത്തുന്ന വെള്ളം പലപ്പോഴും ഈ നഗരത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലേക്കാണ് ഒഴുകിയെത്തുന്നത്. അതോടുകൂടി ആ മേഖലകളിൽ വലിയ വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഒപ്പം നഗരത്തിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം പുതിയ നിർമ്മിതികളും മറ്റും മതിലുകളും വേലികളും ഒക്കെ ഉള്ളതിനാൽ ഒഴുകിപ്പോകാൻ കഴിയാത്ത ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള വെള്ളക്കെട്ടും ഒഴുകിയെത്തുന്ന വെള്ളവും കൂടി ചേരുമ്പോൾ ജനജീവിതം അങ്ങേയറ്റം ദുസ്സഹമാവുന്ന ഒരു സാഹചര്യം. നഗരത്തിലാണ് ഏറ്റവും അധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നമ്മളിപ്പോൾ നേരത്തെ നിന്ന സ്ഥലത്ത് നിന്നും ഈ വെള്ളക്കെട്ടിൽ കുടുങ്ങിയ ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഫയർഫോഴ്സ് സംഘം ബോട്ടിൽ പോയിട്ടുണ്ട്. സമീപത്തുള്ള ഒരു അംഗൻവാടിയുടെ ആണ് അയാൾ എന്ന വിവരമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. എന്തായാലും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയിട്ടുണ്ട്. ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. ഇന്നലെയൊക്കെ വാഹനങ്ങളിലൂടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പോയ ഇടങ്ങളൊക്കെയാണ്. പക്ഷേ ഇന്നിപ്പോൾ ബോട്ടിൻ്റെ സഹായത്തോടുകൂടി മാത്രമേ ഉൾമേഖലകളിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളൂ. വീടുകളിലൊക്കെ വെള്ളം കയറിക്കിടക്കുന്ന ദൃശ്യങ്ങൾ കാണാം. മിക്ക വീടുകളും ഏതാണ്ട് അടഞ്ഞു കിടക്കുകയാണ്. കാരണം ഇവിടുത്തെ ആളുകളെ ഇന്നലെ രാത്രി തന്നെ ഉദ്യോഗസ്ഥർ എത്തി മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് വീടുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അവരുടെ അടഞ്ഞു കിടക്കുന്ന വീടുകളിലും മറ്റും നോക്കാനൊക്കെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോയിരിക്കുന്ന ആളുകളൊക്കെയാണ് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത്. എല്ലാ വീടുകളിലും വിജനമാണ്. പൂർണ്ണമായും ആളുകളെ ഇന്നലെ തന്നെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ട ആ ചേട്ടൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ മഹാപ്രളയകാലത്ത് 2018 പ്രളയകാലത്ത് 5 പേർക്ക് ജീവൻ നഷ്ടമായ ഒരിടമാണ് ഈ കണ്ണാടിക്കൽ ഭാഗം. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ജാഗ്രത അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട്. മുന്നറിയിപ്പുകളൊക്കെ ലഭിച്ചപ്പോൾ തന്നെ മഴ സജീവമായപ്പോൾ തന്നെ വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങിയപ്പോൾ തന്നെ ആളുകളെ മാറ്റിയിരുന്നു. അതുകൊണ്ട് കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവില്ല എന്നൊരു കരുതലാണ്. നമ്മൾ ഈ കാണുന്ന വീടുകളൊക്കെ ഏതാണ്ട് ആളുകൾ ഒഴിഞ്ഞു പോയിരിക്കുന്ന അല്ലെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്ന ഇടങ്ങൾ ആണ്. ശരി, അനീഷാണ്. ശരി, അനീഷാണ് കോഴിക്കോട് ജില്ലയിലെ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നത്. നമ്മൾ കണ്ടതുപോലെ ഇന്നലെ രാത്രിയോടെയൊക്കെ ഭയങ്കരമായി വെള്ളം കയറുന്നൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഏകദേശം മുട്ടോളം വെള്ളം നിൽക്കുകയാണ് അവിടെ. ആളുകളെല്ലാം കടത്തിണ്ണയിലൊക്കെ കയറിയിരിക്കുന്ന സാഹചര്യം നമ്മൾ കാണാനിടയായി. 2018 വെള്ളപ്പൊക്കത്തിന് അത്രയും ഒന്നും എത്തിയിട്ടില്ലെങ്കിൽ പോലും സ്റ്റിൽ ആളുകൾക്കൊക്കെ ചെറിയൊരു പേടിയുണ്ടെന്ന് തന്നെയാണ് അവരുടെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.